അസ്സലാമലൈക്കും. എൻ്റെ ചെസ് നമ്പർ 158. പുതിയൊരു ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇൻഷാല്ലാ നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവരും ഇത് പരീക്ഷിക്കണം. അപ്പൊ ഇതിന്റെ പേര് ചിക്കൻ അവക്കാഡോ സിഗാർ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ, മിന്റ് ലീവ്സ്, പനീർ, അവക്കാഡോ, ഉപ്പ്, പെപ്പർ, ബട്ടർ, സോസ്, പിന്നെ മൊസറല്ല ചീസ്, ബ്രെഡ്, ഒലിവ് ഓയിൽ. കുറച്ച് സാധനങ്ങളെ നമുക്ക് വേണ്ടു. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് ചെറുങ്ങനെ ചൂടാൻ വിടാം. നമുക്ക് ചിക്കൻ ഇടാം. അടുത്തത് അവക്കാഡോ ഇടാം, ഒരു 2 സ്പൂണ്. അടുത്ത് നമ്മളെ പനീർ, കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഷെസ്വായ സോസ് ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ്. എനിക്കിത് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ടൊമാറ്റോ കച്ചപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, ഓപ്ഷനിലാണ്. ഇത് ഏകദേശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് മാക്സിമം, അത്രേ ഇതാകണ്ടു. ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം, 2 മിനിറ്റ്. അപ്പോൾ നമുക്കിത് റെഡിയായി. ഇനി അടുത്ത പ്രിപ്പറേഷൻ നോക്കാം. ഇതിപ്പോൾ നമ്മളെ ഇത് ഫില്ലിങ്ങിന്റെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നെ മൊസറല്ല ചീസ് ആഡ് ചെയ്യാം. അത് ഓരോരാളെ ആവശ്യമനുസരിച്ച് നല്ലോണം കൂട്ടുന്നവർക്ക് ചീസ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഇടാം. എനിക്ക് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മാക്സിമം നല്ലോണം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഞാനിതാ ബട്ടർ മെൽറ്റാക്കി എടുത്തിട്ട് ആ പുതിനയില കട്ട് ചെയ്ത് പിന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പിന്നെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് പിന്നെ വെച്ച് ഇത് പരത്തിയെടുക്കാം. നമുക്കിത് ബ്രെഡ് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് പിന്നെ വെക്കാം. നമുക്ക് ഇതേപോലെ റോള് ചെയ്യാം. വെള്ളം എടുത്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതാ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഇൻഷാല്ലാ ജസ്റ്റ് പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത്. ഓക്കെ കേട്ടോ. നമുക്ക് നേരത്തെ റോൾ ചെയ്ത പിന്നെ നമ്മുടെ സാധനം ഇതിലേക്ക് വെക്കാം. അടുത്തത് നമുക്ക് ആ നേരത്തെ മെൽറ്റ് ചെയ്ത പിന്നെ ബട്ടറും പിന്നെ മിന്റ് ലീവ്സും കൂടെ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് ഈ സൈഡും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി അടുത്ത കൈക്കലിലേക്കും പിന്നെ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് വെക്കാം. അത്യാവശ്യം ചെറിയൊരു രീതിയിൽ പിന്നെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പിന്നെ ടൊമാറ്റോ സോസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്താലും ടേസ്റ്റാണ്, ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതാ നമ്മളെ സ്നാക്ക് റെഡി. അപ്പോൾ താങ്ക് യു സോ മച്ച്.